ഹായ് ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഫുഡോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു ചോക്ലേറ്റ് ഫഡ്ജിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഈ ചോക്ലേറ്റ് ഫഡ്ജ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇതിനാകെ നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കും. അത്രയും ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത്ര സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ഫുൾ ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ചെറിയ പീസസ് ആയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം കാഷ്യൂ നട്ടാണ്. കാഷ്യൂ നട്ട് കുറച്ചധികം വേണം, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടർ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഈ കാഷ്യൂ നട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മുടെ കാഷ്യൂ നട്ട് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് കുറച്ച് തരിതരികളോട് കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ മിക്സിയിലേക്ക് ഫുള്ള് മാറ്റിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതെ ഈ ഒരു രീതിയിൽ, അതായത് ഒരുപാട് ഫൈൻ പൗഡർ അല്ലാണ്ട് ചെറിയ ചെറിയ കുട്ടി പീസുകൾ അതിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഫഡ്ജിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ ആദ്യം തന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാനിലുള്ള വെള്ളം മുഴുവൻ തുടച്ചതിന് ശേഷമാണ്, ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ടിന്നിലുള്ള കണ്ടൻസ്ഡ് മിൽക്ക് മുഴുവൻ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറേയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് അതിലേക്ക് തുടച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് നമ്മൾ ഇനി നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചോക്ലേറ്റ് ആണ്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ആവണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് ചൂടായി കിട്ടണം. അപ്പോൾ അതൊന്ന് ചൂടാവുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിതേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ആ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽട്ടായി വരണം. അതുവരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കട്ടകളൊന്നും ഇല്ലാണ്ട് ഫുള്ളായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ അതേ നമ്മുടെ ചോക്ലേറ്റൊക്കെ നല്ല രീതിയിൽ മെൽട്ടായി വന്നിട്ടുണ്ട്. അതിലെല്ലാ കട്ടകളും നല്ലപോലെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടറും ഇതേപോലെ നല്ല പോലെ ഒന്ന് മെൽട്ടായി കിട്ടണം. അതുവരെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താൽ മതി. ഫ്ലെയിം ഒരുപാട് കൂട്ടി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബട്ടറും മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ കാഷ്യൂ നട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കാഷ്യൂ നട്ട് ഫുള്ളായിട്ട് അതിലേക്ക് ആദ്യം ഒരു പകുതി ആഡ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ബാക്കി പകുതിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ആ ഒരു പാനിൽ നിന്നും വിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒന്ന് നല്ല കട്ടിയായിട്ട് കിട്ടണം. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നത് വരെ നമ്മൾ ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക.
ഇപ്പോൾ ദേ നമ്മൾ കാഷ്യൂനട്ടും അതേപോലെ തന്നെ ചോക്ലേറ്റും ഒക്കെ നന്നായി മിക്സായി ചെറുതായിട്ടൊന്ന് ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ പാനിൽ നിന്നൊക്കെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് വിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ദേ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി, ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഫുള്ളായിട്ട് നമുക്ക് പാനിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും നല്ലപോലെ വിട്ട് കിട്ടുന്നുണ്ട്. അതുവരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ആ ഒരു മിക്സ് ഞാനിവിടെ ഒരു നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ട്രേയിലേക്ക് നമ്മളിപ്പോൾ കുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ പാനിൽ നിന്നും ആ ഒരു ട്രേയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു കുറച്ച് നേരം, ഒരു 1 or 2 hour ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഒരു സ്പൂൺ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതേ 2 hours ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറ്റാൻ പറ്റും. അപ്പം ഞാൻ സൈഡിൽ നിന്നായിട്ട് മെല്ലെ പേപ്പറൊക്കെ ഒന്ന് വെടിയിപ്പിച്ച് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജ് ഇത് സെറ്റായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. പക്ഷെ അധികം നാളൊന്നും ഇരിക്കില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാൻ മാത്രമല്ല, നിങ്ങളുടെ കമൻസ് എന്തായാലും പറയണം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് പറയുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.